ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ അളവിലാണ് കേട്ടോ നമ്മളിതിപ്പോൾ അവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു 50 പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു സേമിയ പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ടും ഈ ഒരു അളവൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4.5 ലിറ്റർ പാലാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ മിൽമയുടെ പാക്കറ്റ് പാലാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 ലിറ്ററിൻ്റെ 9 പാക്കാണ് ഞാനിപ്പോൾ ഇവിടെ പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിൽമയുടെ പാക്കറ്റ് പാൽ എടുത്തതുകൊണ്ടാണ് 4.5 ലിറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഗുഡ് ലൈഫിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരു ബോക്സിൽ വരുന്ന രീതിയിലുള്ള പാൽ എടുക്കുകയാണെങ്കിൽ അതൊരു 3 ലിറ്ററൊക്കെ തന്നെ മതിയാവും. അപ്പം ഞാനിപ്പോൾ അവിടെ വിറകടുപ്പിലാണ് പായസം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തീയൊക്കെ കൂട്ടി വെക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ പാലിളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടൊക്കെ പായസം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടുപ്പിൽ കറക്റ്റായിട്ട് ചൂടെത്താത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, നമ്മുടെ ഈ ഒരു പാലൊക്കെ ഒന്ന് ചൂടായി വരാൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് നല്ല തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. അതിന് മുന്നേ തന്നെ ഞാനിതിലേക്ക് സേമിയയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാൽ നല്ലപോലെ തിളച്ചതിന് ശേഷം സേമിയ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതിലേക്ക് ഒരു 500 ഗ്രാം സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയയും ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയായിട്ട് പോവും. അപ്പോൾ ഈ ഒരു സേമിയ ഞാൻ ഓൾറെഡി ഒന്ന് വറുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ റോസ്റ്റഡ് സേമിയ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ ഈ ഒരു സമയത്ത് പാൽ തിളച്ച് കഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സേമിയൊക്കെ ചേർത്ത് ഞാനിവിടെ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചവ്വരിയാണ്, അഥവാ നമ്മുടെ സാബുനരി. അപ്പോൾ ഏറ്റവും ചെറിയ രീതിയിലുള്ള ആ ഒരു സാബുനരിയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 100 ഗ്രാമാണ് കേട്ടോ. അത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു സാബുനരി 2 രീതിയിലുണ്ട്. കുറച്ച് വലിയ ടൈപ്പുണ്ട്, അതുപോലെ തന്നെ ചെറിയ ടൈപ്പുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള സാബുനരിയാണ് എടുക്കുന്നതെങ്കിൽ പാലിലേക്ക് ആദ്യം സാബുനരി ചേർത്ത് കൊടുത്ത് ഒരു പകുതി ഭാഗത്തോളം കുക്കായതിന് ശേഷം മാത്രം അതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെറിയ സാബുനരി എടുത്തതുകൊണ്ടാണ് സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പായസമൊക്കെ ഒന്ന് ഇവിടെ ചെറുതായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നമ്മുടെ സേമിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, പഞ്ചസാര മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മധുരം നോക്കിയ സമയത്ത് കുറച്ചൊന്ന് കുറവായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3/4 കിലോയ്ക്ക് അടുത്താണ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കൊക്കെ നമ്മൾ പായസത്തിലേക്ക് കുത്തിയിട്ട് കൊടുക്കുന്ന സമയത്ത് അത് ഇടയിൽ കടിക്കുമ്പോൾ പലർക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല. അപ്പോൾ ഇതുപോലെ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ ആ ഒരു ഏലക്ക അങ്ങനെ കടിക്കുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതാ ഇനി എല്ലാം കൂടെ ചേർത്തൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നല്ല കറക്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് തോന്നുമെങ്കിലും ഇത് ചൂടാറി കഴിയുന്ന സമയത്ത് നല്ല കറക്റ്റ് സെറ്റായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ സേമിയ ഓവറായിട്ട് കുക്കായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം നല്ല കട്ടിയായിട്ട് പോവും. ഇനി നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും കൂടെ വറുത്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഈ ഒരു പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂറെങ്കിലും നല്ല രീതിയിലൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പായസം കുറച്ചൊന്ന് ചൂടാറി വന്നപ്പോൾ ഈ ഒരു തിക്കിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് തിക്കും അല്ല, ഒരുപാട് ലൂസും അല്ല, നല്ല കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്കിവിടെ പായസം കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലും കൂടുതൽ അളവിൽ പായസം റെഡിയാക്കി എടുക്കേണ്ടവർക്ക് ഒരു 100 പേർക്കൊക്കെയാണ് പായസം റെഡിയാക്കി എടുക്കണതെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് അളവൊക്കെ ഒന്ന് എടുത്താൽ മതി. അതേപോലെ തന്നെ 25 പേർക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇതിനെ നേരെ പകുതിയാക്കിയിട്ട് എടുത്തിട്ട് ആ ഒരു അളവിലും പായസം റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.